ചുരുക്കി പറഞ്ഞാൽ പ്യൂരിറ്റി ഈസ് ഗാർഡഡ് വൺ ഡിസിഷൻ അറ്റ് എ ടൈം. ഓരോ പ്രാവശ്യവും എടുക്കുന്ന തീരുമാനങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി സൂക്ഷിക്കപ്പെടുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നെഹമ്യാവിൻ്റെ പുസ്തകം, അതായത് ബുക്ക് ഓഫ് നെഹമായ, അതിനെ ആസ്പദമാക്കി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും പഠിക്കുകയും അതിൽ നിന്നുള്ള രീതിയിൽ പ്രാർത്ഥന വിഷയങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ചുറ്റും, നമ്മുടെ ഭൗതിക ജീവിതത്തിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇതിനകത്തൊക്കെ വേണ്ട മാറ്റങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു മതിൽ പണി എന്ന കണക്ക് നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:45 മണി വരെയുള്ള സമയത്ത് ഒരു മിഡ് ഡേ ഫയർ എന്ന പേരിൽ നടക്കുന്ന മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ വിധത്തിൽ ഈ പ്രാർത്ഥനകൾ മുന്നോട്ട് പോവുകയാണ്. വരുന്ന ആഴ്ചയിലാണെങ്കിൽ പ്രാർത്ഥനയുടെ ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഓഗസ്റ്റ് 15 നമ്മുടെ BT പ്രെയർ ഡേ ആണ്. എവിടെയാണെങ്കിലും നിങ്ങൾ കൊച്ചിയിലേക്ക് എത്തിച്ചേരണം. അതിനോടനുബന്ധിച്ച് 14, 15, 16 ഈ 3 ദിവസങ്ങളിലായിട്ട് അതിശക്തമായിട്ടുള്ളൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. എവിടെയാണെങ്കിലും ലീവും മറ്റു കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് കൊച്ചിയിലേക്ക് കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹം കർത്താവ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മീറ്റിംഗ്, ഇന്ന് നമുക്ക് ദ ഗ്യാദറിംഗ് ട്രിവാൻഡ്രം നടക്കുകയാണെന്ന് വൈകുന്നേരം 6:30 മണിക്ക് നമുക്ക് സ്ക്രീനിൽ കാണാം. ആക്കുളത്ത് വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. SFS ആക്കുളത്ത് വെച്ച് നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ നെഹമായ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ മറ്റന്നാൾ, അതായത് ഈ വരുന്ന ശനിയാഴ്ച നമുക്ക് വർക്കലയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലും അതുപോലെ യൂത്ത് റിവൈവൽ ടൂറും കൂടെ ചേർന്ന് സമ്മേളിക്കുന്ന അതിശക്തമായ മീറ്റിംഗ്. പാസ്റ്റർ ഡാമിനും നെഹമായും അതുപോലെ ഞാനും നമ്മുടെ എല്ലാ ടീം അംഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. യുവാക്കളായിട്ടുള്ളവർ, യൗവനക്കാരായിട്ടുള്ള ആളുകൾ, യുവതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും വരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ മ്യൂസിക് ബാൻഡ് തന്നെ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള, മറ്റ് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അവിടെയുണ്ട്. അതുപോലെ ശക്തമായിട്ടുള്ള സന്ദേശം പാസ്റ്റർ ഡാമിയൻ അത് നൽകിയാണ്. ദയവായി കടന്നു വരിക. നിങ്ങളെ ആത്മീകമായിട്ട് ഈ ഒരു മീറ്റിംഗ് നിങ്ങളെ ഉന്മേഷത്തിലേക്കും ആവേശത്തിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദയവായിട്ട് കടന്നു വരിക. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ കോഴിക്കോടുണ്ട്. കോഴിക്കോട് ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. രാവിലെ 10 മണി മുതൽ നടക്കുന്ന ആരാധനയിലേക്ക് ദയവായി കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹം കർത്താവ് ചെയ്യാനായിട്ട് പോകുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ട് പോകുകയാണ്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മീറ്റിങ്ങുകളുടെ കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ സോണിയാണ്. താങ്ക് യു കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സിസ്റ്റർ സോണിയുടെ ജന്മദിനം കൂടിയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ സോണിയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, ഭർത്താവിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി, മകളുടെ പഠനവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ നന്മകളും അനുഗ്രഹങ്ങളും അനവധിയായി അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് പാസ്റ്റർ ഡാമിൻ വെയിറ്റ് ചെയ്യാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് പ്യൂരിറ്റി, വിശുദ്ധി അഥവാ നിർമ്മലത അഥവാ പവിത്രത. ഇത് കാണുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുക PURITY, പ്യൂരിറ്റി. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നവർ വിശുദ്ധി എന്ന് എഴുതാം, അല്ലെങ്കിൽ പവിത്രത, നിർമ്മലത, നിഷ്കന്മഷത, ഏതാണ് ഇഷ്ടമുള്ളത് എഴുതിക്കും. Matthew 5:8. Blessed are the pure in heart, for they will see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8 അത് കാണുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും.
ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? മൈ ഹാർട്ട് ഈസ് പ്യുവർ ബിഫോർ ദ ലോർഡ്. ദൈവം മുമ്പാകെ, കർത്താവിൻ്റെ മുൻപാകെ എൻ്റെ ഹൃദയം വിശുദ്ധിയുള്ളതാകുന്നു. പ്യൂരിറ്റി ബ്രിങ്സ് ക്ലാരിറ്റി ആൻഡ് പവർ ടു മൈ ലൈഫ്. ഈ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ വ്യക്തതയും ശക്തിയും നൽകുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ നോക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വായിച്ച് ടിക്ക് ചെയ്യണേ. ഇന്നത്തെ വിഷയമായ പ്യൂരിറ്റി, നിർമ്മലതയെക്കുറിച്ച്, ശുദ്ധിയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോകുന്നു. അതിലൊന്ന് പ്യൂരിറ്റി ബിഗിൻസ് ഇൻ ദ ഹാർട്ട്. വിശുദ്ധി ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നു. അത് ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. വിശുദ്ധി ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഇവിടെ ജീസസ് ഡിഡ് നോട്ട് സേ ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ അപ്പിയറൻസ്. പ്രത്യക്ഷത്തിൽ വിശുദ്ധരായവർ ഭാഗ്യവാന്മാർ, അങ്ങനെയല്ലല്ലോ കർത്താവ് പറഞ്ഞത്. ഹി സെഡ് ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്. ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്. സോ ഗോഡ് ഓൾവേസ് സ്റ്റാർട്ട്സ് വെയർ പീപ്പിൾ കനോട്ട് സീ. ആർക്കും കാണാൻ കഴിയാത്ത ഇടത്ത് നിന്നേ കർത്താവ് തുടങ്ങുള്ളൂ. കർത്താവിൻ്റെ ആരംഭങ്ങളെല്ലാം ആരും കാണാത്തിടത്ത് നിന്ന്, കാണാമറയത്ത് നിന്ന്, ഗോപ്യമായ അല്ലെങ്കിൽ ആരുടെ കണ്ണെത്താത്ത സ്ഥലത്ത് നിന്നാണ് കർത്താവ് എപ്പോഴും തുടങ്ങുന്നത്. ആക്ഷൻസ് ആർ ദ ഫ്രൂട്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ പ്രവൃത്തികളെയാണ് ഫലം എന്ന് പറയുന്നത്. എന്നാൽ യു സീ ദി റൂട്ട്സ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലാണ് അതിൻ്റെ വേരുകൾ കിടക്കുന്നത്. അനേക വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ഒരു സെൽ ഗ്രൂപ്പ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. തിങ്ക് ഡിഫറെൻ്റ്ലി, സ്പീക്ക് ഡിഫറെൻ്റ്ലി, ആക്ട് ഡിഫറെൻ്റ്ലി എന്ന് വെച്ചാൽ ചിന്തകൾക്ക് മാറ്റം വരുത്തുക, വാക്കുകൾക്ക് മാറ്റം വരുത്തുക, പ്രവൃത്തികൾക്ക് മാറ്റം വരുത്തുക. അപ്പോൾ അന്ന് അതിൽ ഞാനിങ്ങനെ ഉപമിച്ച് കൊടുത്തിരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ചെടി, ആ ചെടിയിൽ പൂമൊട്ടുണ്ടായി. ആ പൂമൊട്ടുകളാണ് നമ്മുടെ ചിന്തകൾ. എന്നാൽ അത് വിരിഞ്ഞ് ഒരു ഫ്ലവറായി മാറിയാൽ അതാണ് നമ്മുടെ വാക്കുകൾ. എന്നാൽ ആ ഫ്ലവർ മാറി അതൊരു പഴമായി മാറിയാൽ, ഫലമായി മാറിയാൽ അതാണ് നമ്മുടെ പ്രവൃത്തികൾ. ഇപ്പോൾ തുടങ്ങുന്ന ഇവിടെ നിന്ന് ഹാർട്ടിൽ നിന്ന്, ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് സംസാരത്തിലൂടെ പ്രതിഫലിക്കും. അതിനുശേഷം എൻ്റെ പ്രവൃത്തി ഉണ്ടാവും. ഇങ്ങനെയല്ലേ? അത് നല്ലതായാലും ചീത്തയായാലും. ഒരാളുടെ അകത്ത് ഒരാളെക്കുറിച്ച് പ്രതികാര ചിന്ത വരിക, പ്രതികാര ചിന്ത കൂടി എന്നെങ്കിലും സമയം കിട്ടിയാൽ അവനെ കൊല്ലണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കുറേ നാളിങ്ങനെ ചിന്തിച്ച് അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പറയും, അവനെ തട്ടണം, അവൻ ജീവിച്ചിരിക്കരുത്, അവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചവന്, അവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല, എന്തൊക്കെ ഇങ്ങനെ കൊണ്ട് പറഞ്ഞ് കുറേ കഴിയുമ്പോൾ ഈ ചിന്തകളിൽ തന്നെ സ്കീം ചെയ്ത് എങ്ങനെ കൊല്ലണം, അതിനുള്ള അവസരം ഏത് രീതിയിൽ വകവരുത്തണം എന്നൊക്കെ ചിന്തിച്ച് അവസാനം അത് കൊലപാതകത്തിൽ അവസാനിക്കുന്നു. പൂമൊട്ട്, പൂവ്, അതിനുശേഷം അതിൻ്റെ കായ്. അതുകൊണ്ട് ഇഫ് ദ ഹാർട്ട് ഈസ് ക്ലീൻ, ദ ലൈഫ് ഗ്രാജുവലി ബിക്കംസ് ക്ലീൻ. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ജീവിതം മൊത്തം വിശുദ്ധിയുള്ളതായി മാറും. സദൃശവാക്യങ്ങൾ 4:23 വായിച്ചു നോക്കി. എബവ് ഓൾ എൽസ് ഗാർഡ് യുവർ ഹാർട്ട്, ഫോർ എവറിത്തിങ് യു ഡു ഫ്ലോസ് ഫ്രം ഇറ്റ്. എല്ലാറ്റിലുപരിയായി നിൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുക, കാരണം സകലവും അതിൽ നിന്നല്ലോ ഉത്ഭവിച്ച് പുറപ്പെട്ടു വരുന്നത്. എല്ലാം പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. യേശു കർത്താവ് പോലും പറഞ്ഞു, ഒരുത്തൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് പോകുന്നതല്ല ഒരാളെ അശുദ്ധനാക്കുന്നത്, അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. എന്നിട്ടവിടെ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, ഇത് ഇങ്ങനെയുള്ളതെല്ലാം വന്ന് അത് പുറത്തേക്ക് ഒഴുകുന്നു. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് തുളുമ്പി ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് വായ് സംസാരിക്കുന്നത്. അഥവാ ഹൃദയത്തിനകത്ത് ചില ചിന്തകൾ വന്ന് നിറഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകുമ്പോൾ അതാണ് വാക്കുകൾ. 51 സങ്കീർത്തനം 10 വചനം വായിച്ച് നോക്കിയേ. Psalm 51 verse number 10. Create in me a pure heart, O God. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ.
അതൊരു പ്രാർത്ഥനയാണ്. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹീബ്രൂസ് 10:22, എബ്രായ ലേഖനം 10:22, ലെറ്റ്സ് ഡ്രോ നിയർ വിത്ത് എ സിൻസിയർ ഹാർട്ട്. അതുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നാം ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടെ. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒത്തിരി കപടതയുണ്ട്, പ്രിറ്റൻസസ്, ഹിപ്പോക്രസി. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഞാൻ കൂടെ പറയാറുള്ള വചനമാണ്. മനുഷ്യൻ്റെ ഹൃദയം ഏറ്റവും കാപട്യമുള്ളതും കപടമുള്ളതും വിഷമമുള്ളതുമാണ്. ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്, മനസ്സിലാക്കാൻ തന്നെ പാടാണ്. The condition of your heart will eventually become the direction of your life. ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നാളെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നത്. ജീവിതം എങ്ങോട്ട് പോകുമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഹൃദയത്തിലെ ചിന്തകളാണ്. ചില അരുവികൾ ഭയങ്കരമായ പ്യൂറായിരിക്കും. അതിന് കാരണം അതിൻ്റെ ഉത്ഭവത്തിൽ പോകണം. മിക്കവാറും ഏതെങ്കിലും മൗണ്ടെയിൻ പീക്സിൽ നിന്നായിരിക്കുമല്ലോ തുടങ്ങുന്നത്. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ഉറവ് ആരംഭിക്കുമ്പോൾ അത് വളരെ തെളിനീരായി ശുദ്ധമായ ഉറവാണെങ്കിൽ ആ അരുവി മുഴുവൻ ശുദ്ധമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രൊട്ടക്ട് ദ സോഴ്സ് ആൻഡ് ദ സ്ട്രീം റിമെയിൻസ് ക്ലീൻ. ആ ഉറവ്, സ്രോതസ്, ഉറവിടം വിശുദ്ധിയുള്ളതെങ്കിൽ ആ സ്ട്രീം മൊത്തം വിശുദ്ധിയുള്ളതായി, നിർമ്മലമായി, അല്ലെങ്കിൽ തെളിമയുള്ളതായി തീരും. ഇതുകൊണ്ടാണ് ഈ നമ്മുടെ ഏലീശ ഒരു പട്ടണത്തിൽ ചെന്ന സമയത്ത്, വളരെ നല്ല മനോഹരമായ പട്ടണം, പക്ഷെ അതിലെ വെള്ളം ഗർഭനാശകമാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയുന്നതാണ്. വളരെ എല്ലാത്തിനെയും അശുദ്ധമാക്കുന്നൊരു ഉറവാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എലീശ പറഞ്ഞു, ഒരു താലത്തിൽ ഒരു താലത്തിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഉപ്പ് കൊണ്ടുപോയി ഉറവിൽ കൊണ്ടുപോയിട്ട് പ്രൊഫറ്റിക്കലി അദ്ദേഹം ചെയ്തതാണ്. പക്ഷേ ആ ഉറവ് അന്നതിട്ടോടുകൂടെ മൊത്തം ശുദ്ധമായി തീർന്നു. നമ്പർ 2, പ്യൂരിറ്റി ഗീവ്സ് സ്പിരിച്വൽ ക്ലാരിറ്റി. നിർമ്മലതയുണ്ടെങ്കിൽ അഥവാ വിശുദ്ധി ഉണ്ടെങ്കിൽ ആത്മീയമായ വ്യക്തത ഉണ്ടായിരിക്കും. ഈ കർത്താവ് ചെയ്ത ഒരു കാര്യം, അതായത് മത്തായി 5:3 കർത്താവ് പറഞ്ഞപ്പോൾ, ജീസസ് അറ്റാച്ച്ഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി പ്രോമിസ് ടു പ്യൂരിറ്റി. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ, നിർമ്മലത ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അതിനോടൊപ്പം ഭയങ്കരമായൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? ദേ വിൽ സീ ഗോഡ്. അവർ ദൈവത്തെ കാണും, ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം അതിലൊരു മറുവശമുണ്ട്. എന്താണ് ആ മറുവശം എന്ന് വെച്ചാൽ, സിൻ ക്ലൗഡ്സ് സ്പിരിച്വൽ പെർസെപ്ഷൻ. ആത്മീയ കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ ആത്മീയ ദർശനത്തിന് എങ്ങനെ ഇതിനെ പറയേണ്ടത്, അവ്യക്തത കൊണ്ടുവരുന്ന, ക്ലൗഡിയാക്കുന്ന, മേഘപൂരിതമാകുന്നത് പോലെ ഒട്ടും ക്ലിയർ അല്ലാത്ത രീതിയിൽ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് പാപം. പാപം ചെയ്യുമ്പോൾ അഥവാ അശുദ്ധിയിൽ ജീവിക്കുമ്പോൾ കാഴ്ചപ്പാട് മങ്ങിപ്പോവും. പ്യൂരിറ്റി ഷാർപ്പൻസ് ഇറ്റ്. എന്നാൽ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ക്ലിയറായി ദൈവത്തെ കാണാൻ കഴിയും. മെനി പീപ്പിൾ ആസ്ക് ഗോഡ് ഫോർ ക്ലിയർ ഡയറക്ഷൻ വൈൽ ടോളറേറ്റിംഗ് കോംപ്രമൈസ് ദാറ്റ് ഡൾ ദെയർ സ്പിരിച്വൽ വിഷൻ. ഒത്തിരി പേര് ഭയങ്കരമായി വളരെ വ്യക്തമായ ഗൈഡൻസിന് വേണ്ടി, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ കുഴപ്പമെന്തെന്നറിയാമോ? അവരുടെ ആത്മീയമായ ദർശനത്തിന് അത് മങ്ങലേൽപ്പിക്കുക. എന്ന് വെച്ചാൽ പല ആളുകളും വളരെ വ്യക്തമായ ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിലും അവർ പലപ്പോഴും കോംപ്രമൈസ്ഡായി ജീവിക്കുന്നത് കൊണ്ട്, വിശുദ്ധിയിൽ ജീവിക്കാതെ എല്ലാവരോടും കൂടി ഇണയില്ല പിണ ചേർന്ന് അശുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ ആത്മീയ ദർശനത്തിനും കാഴ്ചപ്പാടിനും അത് മങ്ങലേൽപ്പിക്കും. പ്രാർത്ഥിച്ചാലും ഇത് വ്യക്തത വരികയില്ല. സാം 24:3-4, 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ, ഹൂ മേ സ്റ്റാൻഡ് ഇൻ ദ ഹോളി പ്ലേസ്, യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും. അതിനുശേഷം പറയുന്നത് കേട്ടോ, ദ വൺ ഹു ഹാസ് ക്ലീൻ ഹാൻഡ്സ് ആൻഡ് എ പ്യൂർ ഹാർട്ട്. കൈവെടിപ്പും നിർമ്മല ഹൃദയമുള്ളവനാണ് യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ കയറുന്നത്.
എഫീസ് ലേഖനം 5, 8, 9 വായിച്ച് നോക്കണം. എഫീസിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 8 and 9. ലിവ് ആസ് ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവിൻ, പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവിൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വചനങ്ങൾ വായിക്കുമ്പോൾ, എവ്രി വൺ ഹു ഹാസ് ദിസ് ഹോപ്പ് പ്യൂരിഫൈസ് ദംസെൽവ്സ്. ഈ ഉറപ്പുള്ളവൻ അഥവാ ഈ പ്രത്യാശയുള്ളവരെല്ലാം പ്യൂരിഫൈസ് ദംസെൽവ്സ്, തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു, തന്നെത്താൻ ശുദ്ധീകരിക്കുന്നു. എ ക്ലീൻ ഹാർട്ട് റെക്കഗ്നൈസസ് ഗോഡ്സ് വോയിസ് മോർ ക്ലിയർലി. ശുദ്ധിയുള്ളൊരു ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം ദൈവശബ്ദത്തെ പെട്ടെന്ന് തിരിച്ചറിയും മറ്റുള്ളവരെക്കാൾ. റോഡരികിലുള്ളൊരു വീട്, കുഴപ്പമെന്ന് വെച്ചാൽ ഒത്തിരി വാഹനങ്ങളിങ്ങനെ പോകുമ്പോൾ പൊടിയും പുകയും ഒക്കെ വന്നിട്ട് ഈ ജനൽ ചില്ലുകളെല്ലാം പെട്ടെന്നങ്ങ് ഇത് വന്ന് പൊടി പിടിച്ചങ്ങ് മങ്ങും. അപ്പോൾ അകത്ത് നിന്ന് നോക്കിയാൽ നല്ല വെളിച്ചം അകത്തേക്ക് കയറുന്നില്ല. എന്നാൽ പെട്ടെന്നൊന്ന് പുറത്തൊന്ന് ചെന്നതൊന്ന് തുടച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ വാവ്, നല്ല പ്രകാശം അകത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അകത്തിരിക്കുന്ന ഒരാൾ, അയ്യോ ഇന്നെന്താണ് സൂര്യനൊരു പ്രകാശമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ എല്ലാ വിഷയം. ചില സമയത്ത് ഈ ചില റൂമുകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ചില ഫിലിമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ എന്തോ മഴക്കാറ് വന്നിരിക്കുന്നു എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. അത് പുറത്ത് തെളിഞ്ഞ മേഘമാണ് അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശമാണ്. പക്ഷേ ഈ ഫിലിം ഒട്ടിച്ചിരിക്കുന്നതാണെങ്കിൽ അതുപോലുള്ള ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്കെല്ലാം മൂടി കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധിയില്ലെങ്കിൽ, നിർമ്മലതയില്ലെങ്കിൽ എല്ലാം അതുപോലെ പൊടിപടലം പിടിച്ചതുപോലെയും മങ്ങിയും മൂടിക്കെട്ടിയതുപോലെ ഒരു വ്യക്തതയും ജീവിതത്തിൽ കാണില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് വ്യക്തമായി ദൈവിക ദർശനമുണ്ടാവും. ഇപ്പം ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല, അത് ഈ കണ്ണുകൊണ്ട്. എന്നാൽ ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണും. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും. സോ ദൈവത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ഫ്യൂസ് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ദാനിയേലിന് ദർശനം ഉണ്ടായ സമയത്ത് അത് സംഭവിച്ചു. യോഹന്നാൻ അപ്പസ്തോലിന് പത്മോസ് ദ്വീപിൽ വെച്ച് ദർശനം ഉണ്ടായ സമയത്തൊക്കെ അവരൊക്കെ മരിച്ചതുപോലെ താഴെ വീഴുകയാണ്. ഇത്രയുള്ള മനുഷ്യൻ. അപ്പോൾ ദൈവത്തെ നേരിട്ട് മുഖാമുഖം കാണുന്നതിനപ്പുറത്ത് മത്തായി 5:3 കർത്താവ് പറഞ്ഞതിൻ്റെ ഇമ്മീഡിയറ്റ് മീനിങ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷനാണ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വെളിപാട്, ദർശനം, കാഴ്ചപ്പാട്, വിഷൻ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തെ കാണുന്ന കാര്യമാണ്. പ്യൂരിറ്റി റിമൂവ്സ് വാട്ട് ഒബ്സ്ക്യൂഴ്സ് അവർ വിഷൻ ഓഫ് ഗോഡ്. നമ്മുടെ ദൈവദർശനം, ദൈവത്തെക്കുറിച്ചുള്ള ദർശനം, അതിൻ്റെ എല്ലാവിധ തടസ്സങ്ങളും അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന കാര്യങ്ങളെയും പെട്ടെന്ന് ഈ കാറിൻ്റെയൊക്കെ വൈപ്പർ കൊണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്യുന്നതാണ് വിശുദ്ധി, ഹൃദയത്തിലെ നിർമ്മലത. നമ്പർ 3, പ്യൂരിറ്റി പ്രൊഡ്യൂസസ് സ്പിരിച്വൽ അതോറിറ്റി. അതുപോലെ തന്നെയാണ് ഈ ഹൃദയ നിർമ്മലത, അത് ആത്മീയ അധികാരത്തെ ഉളവാക്കുന്നു. ഹൃദയ നിർമ്മലത ഉണ്ടെങ്കിൽ അധികാരം ഉണ്ടാകുന്നു. Throughout Scripture, God entrusted great responsibility to those who pursued holiness. വിശുദ്ധിയിൽ വളർന്നവരെയാണ് ദൈവം കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അധികാരവും ഏൽപ്പിച്ചത്. ഉദാഹരണത്തിന് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന യോസഫിൻ്റെ കാര്യത്തിൽ അവൻ ആ പൊത്തീഫറിൻ്റെ ഭാര്യയിൽ നിന്ന് വന്ന പ്രലോഭനത്തെ, അശുദ്ധിയെ, ദുർമാർഗത്തെ, അസാൻമാർഗിക ജീവിതത്തെ ജയിച്ചത് കൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറാൻ ദൈവം അവനെ പ്രൊമോട്ട് ചെയ്തത്. ഇതുപോലെ തന്നെ ഡാനിയലിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ തൻ്റെ ജീവിതത്തിൽ തന്നെ മലിനമാക്കാൻ സാധ്യതയുണ്ടായിരുന്ന വിഗ്രഹാർപ്പിതം ആയ ഭക്ഷണ പദാർത്ഥങ്ങളെ താൻ തള്ളി നിരസിച്ച് താൻ വിശുദ്ധിയിൽ നിന്നതുകൊണ്ടാണ് സാമ്രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ
ദൈവം തനിക്ക് കൃപ കൊടുത്തത്. God uses clean vessels for honorable purposes. ശുദ്ധമായ വൃത്തിയുള്ള പാത്രങ്ങളെയാണ് ഇങ്ങനെ മാനകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് വളരെ വ്യക്തമായി 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 20 and 21 കാണുന്നത്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 20-21. Those who cleanse themselves will be instruments for special purposes. തന്നെത്താൻ ശുദ്ധീകരിക്കുന്നവരെയാണ് ദൈവം പ്രത്യേകമായ വിശേഷമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 3-4 വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദാറ്റ് യു ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഞാനൊന്ന് പോസ് ചെയ്യുക. ദൈവ ഇഷ്ടം എന്താണ്? ബ്രദറെ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമല്ലോ. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വ്യക്തമായി തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. ദൈവയിഷ്ടം എന്താണ്? നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മളേവരെക്കുറിച്ചുമുള്ള ദൈവയിഷ്ടം ശുദ്ധീകരണം തന്നെ. യാക്കോബിൻ്റെ ലേഖനം 4:8, ജെയിംസ് 4:8, പ്യൂരിഫൈ യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളെ വെട്ടിപ്പാക്കുവിൻ അഥവാ ശുദ്ധീകരിക്കുവിൻ. ഗോഡ്സ് പവർ ഫ്ലോസ് മോസ്റ്റ് ഫ്രീലി ത്രൂ സറണ്ടേർഡ് ലൈഫ്സ്. കീഴ്പ്പെടുത്തി കൊടുക്കുന്ന, വിധേയപ്പെടുത്തി കൊടുക്കുന്ന, താഴ്മയോടെ നിന്ന് കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ശക്തിയെ പകരുന്നത്. നമ്പർ 4, പ്യൂരിറ്റി ഈസ് പ്രിസർവ്ഡ് ത്രൂ ഡെയിലി ചോയ്സസ്. ദിനംതോറുമുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് വിശുദ്ധി നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കൽ വിശുദ്ധീകരണമൊക്കെ പ്രാപിച്ചു ഒരു 21 days ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു 7 days ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ 40 days ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്ന് എല്ലാം ക്ലീനാക്കി ജീവിതം നല്ല വിശുദ്ധിയിലിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങൾ എടുക്കുന്ന കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ നമ്മളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകാം. സോ വിശുദ്ധി നിലനിൽക്കണമെങ്കിൽ കൂടെ കൂടെ നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ വിശുദ്ധിയിലാക്കിയിട്ടുള്ളതായിരിക്കണം. പ്യൂരിറ്റി ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ് ബൈ വൺ ഗ്രേറ്റ് ഡിസിഷൻ. ഒരിക്കലായി എടുക്കുന്ന വലിയ തീരുമാനത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല വിശുദ്ധി ഇരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ത്രൂ കൗണ്ട്ലെസ് ഡെയിലി ചോയ്സസ്. ഓരോ ദിവസവും നമ്മളെടുക്കുന്ന എണ്ണമില്ലാത്ത നിരവധി തീരുമാനങ്ങളെ കൂടെ അത് ബേസ് ചെയ്യുന്നു. അതായത് എവ്രി തോട്ട് എൻ്റർടൈൻഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഓരോ ചിന്തയും, എവ്രി കോൺവെർസേഷൻ, നമ്മുടെ സംഭാഷണങ്ങൾ, എവ്രി ഹാബിറ്റ്, നമ്മുടെ ഓരോ ശീലങ്ങൾ, എവ്രി കോംപ്രമൈസ്. നമ്മൾ പലതിനോടും ഒത്തുതീർപ്പുണ്ടാക്കുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു, അത് കുഴപ്പമില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഇതെല്ലാം ഐദർ സ്ട്രെങ്തൻസ് ഓർ വീക്കൻസ് അവർ പ്യൂരിറ്റി. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയെ ഒന്നുകിൽ അത് നല്ല രീതിയിൽ ശക്തീകരിക്കും, അല്ലെങ്കിൽ അതിനെ ബലഹീനമാക്കും. ഫിലിപ്പി ലേഖനം 4:8, തിങ്ക് അബൌട്ട് വാട്ട് എവർ ഈസ് പ്യൂർ. അവിടെ പറയുന്നു നിർമ്മലമായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. അതിലാണ് പൗലോസ് പറയുന്നത് നിർമ്മലമായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഇയ്യോബിൻ്റെ പുസ്തകം 31:1 വായിച്ച് നോക്കുമ്പോൾ, ജോബ് 31 and verse number 1, I have made a covenant with my eyes. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തു. പിന്നെ എങ്ങനെ ഞാനൊരു കന്യകയെ നോക്കും? ഒരു ലസ്റ്റ്ഫുൾ ഐസോടുകൂടെ, കാമാസക്തിയോടുകൂടെ ഒരു സ്ത്രീയെ നോക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്ത് ഒപ്പുവെച്ചു. ഇതാണ് ഇയ്യോബ് പറയുന്നത്. ഇയ്യോബ് തൻ്റെ ഭയങ്കരമായ പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത്, എന്തുകൊണ്ട് ദൈവം ഇതെല്ലാം എനിക്ക് സംഭവിച്ചു? ഇങ്ങനെയെല്ലാം നിർമ്മലമായി, ദോഷം വിട്ടകലുന്നവനായി, നീതിമാനായി, നിഷ്കളങ്കനായൊക്കെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് എനിക്കിത് വന്നല്ലോ എന്ന് അദ്ദേഹം, ആ കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പിന്നെ ഒരു പരസ്ത്രീയെ അല്ലെങ്കിൽ ഒരു കന്യകയെ ഞാൻ എങ്ങനെ നോക്കും എന്ന് വെച്ചാൽ, അനാവശ്യമായി വേണ്ടാത്ത ദൃഷ്ടിയോടുകൂടി ഒരു സ്ത്രീയെ ഞാൻ നോക്കിയിട്ടില്ല എന്നാണ് ഇയ്യോബ് പറയുന്നത്.
ഇനി സാം 119:9, സങ്കീർത്തനങ്ങൾ 119:9, ഹൗ ക്യാൻ എ യങ് പേഴ്സൺ സ്റ്റേ ഓൺ ദ പാത്ത് ഓഫ് പ്യൂരിറ്റി? ബൈ ലിവിങ് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? ഒരു യങ് പേഴ്സൺ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലൻ, ചെറുപ്പക്കാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണൊരു യുവാവിന്, യുവതിക്ക്, ഒരു ബാലന്, ബാലികയ്ക്ക് തൻ്റെ ജീവിതത്തിൽ നിർമ്മലതയോടെ നടക്കാൻ കഴിയുന്നത്? നിൻ്റെ വചനപ്രകാരം അതിനെ കാക്കുകയാൽ തന്നെ, ദൈവവചനമനുസരിച്ച് ജീവിതത്തെ പരിരക്ഷിക്കുമ്പോൾ മാത്രമാണ് നടപ്പിനെ നിർമ്മലമാക്കാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്യൂരിറ്റി ഈസ് ഗാർഡഡ് വൺ ഡിസിഷൻ അറ്റ് എ ടൈം. ഓരോ പ്രാവശ്യവും എടുക്കുന്ന തീരുമാനങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി സൂക്ഷിക്കപ്പെടുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കണം. നമ്മുടെ ഹൃദയത്തെ എന്ത് വില കൊടുത്തും നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. അതിൽ കയ്പുള്ള വേര് മുളച്ച ബിറ്റർനെസ്സും പ്രതികാരവും ക്ഷമിക്കാത്തതും എല്ലാം കൂടെ കയറി നമ്മുടെ ഹൃദയം വല്ലാതിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഇപ്പോൾ രാവിലെ ഒരുപക്ഷെ ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ച് നല്ല ഫുള്ളായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഒരു വണ്ടി വട്ടം വയ്ക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ ചീത്ത വിളിക്കുന്നു, ഓഫീസിലൊരു ചെറിയ തർക്കമുണ്ടാകുന്നു, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മളും അങ്ങ് പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് നമ്മുടെ സ്പിരിറ്റിനകത്ത് അപ്പോൾ അറിയാം എന്തോ ഒരു വല്ലായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദിവസം തോറും ഓരോ നിമിഷം എടുക്കുന്ന തീരുമാനങ്ങളിലാണ് വിശുദ്ധി നിലനിർത്തപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ചൂസ് പ്യൂരിറ്റി ഇൻ യുവർ തോട്ട്സ്, വേർഡ്സ്, മോട്ടീവ്സ്, റിലേഷൻഷിപ്സ്, ആക്ഷൻസ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, ബന്ധങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതിലെല്ലാം വിശുദ്ധി നിലനിർത്തുവാനുള്ളൊരു തീരുമാനം എടുക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബി ഹോളി ആസ് ഐ എം ഹോളി എന്ന് നീ പറഞ്ഞല്ലോ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ആ ഒരു കൃപ ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾക്കേവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിൽ വ്യക്തമായ ദർശനമുണ്ടാകട്ടെ. ദൈവത്തെ കാണാൻ, ഹൃദയശുദ്ധിയോടെ ദൈവത്തെ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഞാനും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വായ്ക്കകത്തുള്ള ചില പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത് ഉമിനീർ ഗ്രന്ഥിയുടെ പ്രശ്നമാകാം, പല്ലിൻ്റെ പ്രശ്നമാകാം, ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാകാം, അതുപോലെ എന്തൊക്കെയോ ബ്ലിസ്റ്റേഴ്സോ ക്യാൻസറസ് ഗ്രോത്തോ എന്തുമായാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അതുപോലെ സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവികമായ വിടുതൽ കർത്താവ് നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് ഓഡിയോ മെസ്സേജായോ വീഡിയോ മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.